പഞ്ചായത്ത് തഴഞ്ഞതോടെ ഉപജീവനമാർഗം വഴിമുട്ടിയ വയോധികയായ മത്സ്യത്തൊഴിലാളിക്ക് കൈത്താങ്ങായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കാറളം സ്വദേശിനി ചെമ്മാപ്പള്ളി വീട്ടിൽ കാഞ്ചന ശിവരാമന് ലഭിച്ചത് പുതിയ വഞ്ചിയും വലയും. ഏതാനും ദിവസം മുൻപ് മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന വാർത്തയാണ് ഒന്നാം വാർഡ് സ്വദേശിനിയായ കാഞ്ചന ശിവരാമൻ എന്ന മത്സ്യത്തൊഴിലാളിക്ക് സഹായകരമായത്. കാറളം പഞ്ചായത്തിൽ കഴിഞ്ഞ 9 വർഷമായി മത്സ്യബന്ധനത്തിലൂടെ കുടുംബം പുലർത്തുകയായിരുന്നു കാഞ്ചന. ആദ്യകാലങ്ങളിൽ ഭർത്താവിനൊപ്പമായിരുന്നു മത്സ്യബന്ധനം. 10 വർഷം മുൻപ് ഭർത്താവ് മരിച്ചതോടെ സ്വന്തമായുള്ള പഴയ വഞ്ചിയിൽ മത്സ്യബന്ധനം തുടർന്നു. ഇതിനിടെ കാറളം പഞ്ചായത്ത് മുഖേന ഒരു വഞ്ചി ലഭിക്കാൻ അവസരമൊരുങ്ങി. ഗ്രാമസഭകളിലടക്കം 100% മാർക്ക് കാഞ്ചന ശിവരാമന് നേടാനായി. ഇതിനിടെ വഞ്ചി ലഭിക്കാനുള്ള ഉപഭോക്തൃ വിഹിതമായി 7500 രൂപ പഞ്ചായത്ത് അധികൃതർ കൈപ്പറ്റുകയും ചെയ്തു. എന്നാൽ പദ്ധതി വിതരണോദ്ഘാടനത്തിന് 2 ദിവസം മുൻപ് ഉപഭോക്തൃ വിഹിതമായി വാങ്ങിയ പണം കാഞ്ചനയുടെ മകന് പഞ്ചായത്ത് അധികൃതർ തിരികെ നൽകി. പദ്ധതി പ്രകാരം വഞ്ചി ലഭിക്കാൻ അർഹതയില്ലെന്നും അധികൃതർ വ്യക്തമാക്കിയതോടെ വയോധിക വിഷമസന്ധിയിലായി. സംഭവം വാർത്തയായതോടെ ഇക്കാര്യം BJP ജില്ലാ ജനറൽ സെക്രട്ടറി കൃപേഷ് ചെമ്മണ്ട സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. വിഷയത്തിന്റെ ആധികാരികത പരിശോധിച്ച് വള്ളവും വലയും വാങ്ങി നൽകാമെന്ന് അദ്ദേഹം ഉറപ്പു നൽകിയിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ച ചെമ്മണ്ട കൊടുന്തറ പാലത്തിന് സമീപം നടന്ന ചടങ്ങിൽ സുരേഷ് ഗോപി നേരിട്ട് വഞ്ചിയും വലയും കാഞ്ചനയ്ക്ക് കൈമാറി. പഞ്ചായത്ത് നൽകിയ വഞ്ചി ഉപയോഗിച്ച് മറ്റുള്ളവർ മത്സ്യബന്ധനം നടത്തുന്നത് കാണുമ്പോൾ വിഷമം തോന്നിയിരുന്നതായി വയോധിക പ്രതികരിച്ചു. കാറളം പഞ്ചായത്തിൽ ഗ്രാമസഭയിൽ എനിക്ക് വഞ്ചി പാസ്സായപ്പോൾ എന്നെ അവഗണിച്ച കാറളം പഞ്ചായത്തിന് ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഇവിടെ വലിയിട്ട് കയറുമ്പോൾ ഒക്ടോബർ 10-ാം തീയതി എന്നെ ഈ ചെമ്മണ്ടക്കായലിൽ മറ്റുള്ളവർ വഞ്ചി കൊണ്ടുപോകുന്ന കണ്ടപ്പോൾ എനിക്ക് വളരെ സങ്കടവും വിഷമം തോന്നി. ഞാൻ അന്നത്തെ ദിവസം എനിക്ക് എന്താ പറയാമെന്ന് എനിക്കറിയില്ല. ഞാനൊരു മൗനമായിട്ടിരുന്നു. എനിക്ക് അർഹതയുള്ള മുതൽ എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ വീഡിയോ കണ്ട് സുരേഷ് ഗോപി സാറ് എനിക്ക് വള്ളവും വഞ്ചിയും തരാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഒക്ടോബർ 18-ാം തീയതിയാണ് ഇത് പുറത്ത് വന്നത്. ഇങ്ങനെ ഒരു വഞ്ചിയും വലയും തരാമെന്ന് പറഞ്ഞു. അപ്പോൾ 20-ാം തീയതിയാണ് ഇത് സോഷ്യൽ മീഡിയത്തിലൊക്കെ വന്ന് ഇതെല്ലാം പുറത്ത് വന്നത്. അപ്പോൾ അങ്ങനെ സുരേഷ് ഗോപി സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതി വരില്ല. 1000 നന്ദി ഞാൻ അറിയിച്ചു കൊള്ളുന്നു. സംഭവം വാർത്തയാക്കിയ മാധ്യമപ്രവർത്തകൻ രാഹുൽ അശോകൻ, വഞ്ചി നിർമ്മിച്ച രതീഷ് എന്നിവരെ സുരേഷ് ഗോപി ആദരിച്ചു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി കൃപേഷ് ചെമ്മണ്ട, സംസ്ഥാന കമ്മിറ്റി അംഗം സന്തോഷ് ചെറാക്കുളം, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പ്രിയ അനിൽ, ജനറൽ സെക്രട്ടറി സുഭാഷ് കൊല്ലന്തറ, മണ്ഡലം വൈസ് പ്രസിഡന്റ് രാമചന്ദ്രൻ കോവിൽപ്പറമ്പിൽ, ഇരിങ്ങാലക്കുട മണ്ഡലം പ്രസിഡന്റ് ആർച്ച അനീഷ്, ശ്യാംജി മാടത്തിങ്കൽ, അഖിലാഷ് വിശ്വനാഥൻ, സുഭാഷ് പുല്ലത്തറ, സുവിത സുബീഷ്, ഭരതൻ കുന്നത്ത്, ബിജു പൊന്നാരി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു.